ഹലോ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു 150 രൂപയ്ക്ക് 30 കളർ 10 മണികൾ എന്ന് പറഞ്ഞിട്ട്. ആ കോംബോ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും കളേഴ്സും ഇത്രയും ചെടിയാണ് ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് വീഡിയോ ഇന്ന് വിടാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ കോംബോ വേണ്ടവർ ഞാൻ വിടുന്ന വീഡിയോയുടെ അന്ന് തന്നെ എനിക്ക് മെസ്സേജ് വിട്ടാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കൂടുതലും ഈ കോംബോ ഇങ്ങനെ കൊടുക്കാൻ കാരണം ഞാൻ പ്രൂൺ ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ കട്ടിങ്സുകൾ ഇങ്ങനെ ഓഫറിൽ കൊടുക്കുന്നത്. അപ്പോൾ ആ ഓഫറിൽ അപ്പോൾ കട്ടിങ്സുകൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തായാലും വെച്ച് പിടിപ്പിക്കാൻ നമ്മളെ കൊണ്ട് നടക്കില്ല, കാരണം കുറേ സ്റ്റെംസുകളുണ്ടാവും. അപ്പോൾ ആർക്കെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഓഫറിൽ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ വെറുതെ എൻ്റെ കയ്യിൽ നിന്ന് നശിച്ചു പോവുകയില്ല, ആർക്കെങ്കിലും അതൊരു ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പോൾ ആ വീഡിയോ വരുന്ന ടൈമിൽ വീഡിയോ കണ്ടിട്ട് അപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ അയച്ചു തരുന്നതാണ്. പിന്നെ ഇതേപോലെയാണ് ഞാൻ പാക്ക് ചെയ്ത് വിടാറ് 10 മണി ചെടികൾ. ആദ്യം തന്നെ 10 മണി കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അത് വെള്ളത്തിലിറക്കി വയ്ക്കും. എന്നിട്ട് പാക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചത് വെള്ളത്തിൽ വെച്ചതായിരിക്കും ഞാൻ ആദ്യം പാക്ക് ചെയ്യുക. അപ്പോൾ അത് പാക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തത് പാക്ക് ചെയ്യാനുള്ളത് വെള്ളത്തിലിറക്കി വയ്ക്കും. അപ്പോൾ അത്രയും നേരം അത് വെള്ളത്തിൽ നിന്നൊന്ന് ഫ്രഷായിട്ട് കിട്ടും. അതുകൊണ്ട് നമുക്ക് വാടിപ്പോണ പ്രശ്നം ഉണ്ടാവില്ല. പരമാവധി ഞാൻ പരിശ്രമിക്കുന്നുണ്ട് വാടാതെ നമ്മൾ ഫ്രഷായി കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പാക്കിങ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കൂടുതൽ അടുക്ക് 10 മണിയാണുള്ളതാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതലും ഉണ്ടാവുന്നത്. പിന്നെ ടിയാര മറ്റേ പഴ്സ് ലൈനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ അടുക്ക് 10 മണികളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് പ്രൂൺ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ വിടുക. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആവശ്യക്കാരതുപോലെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണികൾ കയ്യിൽ കിട്ടിയാൽ അപ്പം തന്നെ നമ്മൾ വെള്ളത്തിലൊന്ന് ഇറക്കി വെക്കുക. അപ്പോൾ അതിൻ്റെ നമ്മൾ അത് ഇങ്ങനെ വാടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉഷാർ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രഷ് ആയിക്കോളും വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കൂടുതലും ഈ ചെടികൾ നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മണി ചെടികൾ നമ്മളുടെ കയ്യിൽ മണലോ അതല്ലെങ്കിൽ എംസാൻഡ് എന്നാൽ നമ്മൾ ഇത്തിരി അതിൻ്റെ അത് കഴുകിയിട്ടാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ മണലും എംസാൻഡും ഉണ്ടെങ്കിൽ ഇതിൽ രണ്ടിലും അത് തന്നെ ആയാലും മതി. അതിലിപ്പോൾ വളങ്ങളിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ മണലിലൊന്ന് കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വേഗം വേരോടിക്കോളും. കാരണം അത് മണലിലും എംസാൻഡിലൊക്കെ വേഗം വേരോട്ടം കിട്ടും. അപ്പോൾ അങ്ങനെ അത് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒടിച്ചു കുത്തിയാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് എംസാൻഡിലും വെക്കാം. ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അതിനി അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അത് എംസാൻഡ് മാത്രം ഇട്ടിട്ട് വേറെ വളങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എംസാൻഡ് മാത്രം ഇട്ടിട്ട് അതിൽ ഈ സ്റ്റെമ്മുകൾ ഒടിച്ച് വെച്ച് പിന്നെ അത് കഴിഞ്ഞൊന്ന് പിടിച്ചെന്ന് കണ്ടതിനപ്പോൾ NPK 19 മേടിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ മിക്സ് ചെയ്ത് എല്ലാ ചെടികൾക്കും ഒഴിക്കുന്നതിനൊപ്പം ഇതിനും ഒഴിച്ചു കൊടുത്തു. നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. നല്ലോണം ഫ്ലവർ വിരിഞ്ഞ് തന്നെ നിൽക്കുന്നുണ്ട്. വേറെ വളങ്ങളൊന്നും ഇട്ടപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരുന്നില്ല, വെറുതെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ബി പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ വീഡിയോ കണ്ടിട്ട് മെസ്സേജ് വിടാം. അപ്പോൾ അവർക്ക് അയച്ചു തരുന്നതാണ്.